ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രീം ഫിയർ സോണിലാണ് നിൽക്കുന്നതെന്ന് കാണാം. അപ്പോൾ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ആ ഒരു ഫിയറിൻ്റെ ആ ഒരു വ്യാപ്തി അത് കുറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ വിക്സ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുകയാണ്. 20 മുകളിലേക്ക് അത് പോയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ഭയമാണ്, അല്ലെങ്കിൽ ഫിയർ ആണ് എന്ന് വ്യക്തമാണ്. ഇന്ന് നിഫ്റ്റി അതിൻ്റെ മറ്റൊരു സപ്പോർട്ട് ലെവലും കൂടി ബ്രേക്ക് ചെയ്തുകൊണ്ട് 23,639 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1% ഫോളാണ് ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നത്. ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 23,674 എന്ന ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇൻട്രാഡേയിൽ 23,833 എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലിന് മുകളിലേക്ക് നിഫ്റ്റി ഉയരാൻ ശ്രമിച്ചെങ്കിലും അവിടെ അതിന് നിലനിൽക്കാൻ സാധിച്ചില്ല, വീണ്ടും താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഓപ്പണിംഗ് ലെവലിന് താഴെയാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു വീക്ക്നെസ് തുടരുകയാണ്. അപ്പോൾ അടുത്തൊരു സപ്പോർട്ട് ലെവൽ നിൽക്കുന്നത് 23,550, 23,500 ലെവലുകളാണ്. അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിൽ പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും അധികം നിൽക്കുന്നതും ഈ ഒരു ലെവലിലാണ്. അപ്പോൾ ഈ ലെവലിലും സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് 23,350 ലെവലിലാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് മൂവിനുള്ള സാധ്യത വളരെയധികം ലിമിറ്റഡ് ആണ്. കാരണം 23,850, 23,900 ഈ ലെവലുകളിലാണ് കോൾ റേറ്റേഴ്സ് ഏറ്റവും അധികം ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിക്ക് മറികടക്കാൻ കഴിയാതെ പോയതും ഈ ഒരു മേഖലയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ടുള്ള 24,000 വൻതോതിൽ കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളും നിൽക്കുന്നതിനാൽ അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുന്നത് വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുക സെൽ ഓൺ റേസ് എന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2026 വർഷം പിറന്നതിന് ശേഷം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഏകദേശം ഇന്നലെ വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 9.21% അത് ഡൗൺ ആയിരുന്നു. എന്നാൽ വേൾഡ് വൈഡുള്ള മറ്റ് മേജറായിട്ടുള്ള ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു ഫോൾ നമുക്ക് കാണാൻ കഴിയില്ല. സൗത്ത് കൊറിയയുടെ കോസ്പി 28% ഈ വർഷം തുടങ്ങിയതിന് ശേഷം അപ്പാണ്. അതുപോലെ നിക്കി 225 ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 4.78% അപ്പാണ്. അതുപോലെ ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ആണെങ്കിൽ 2.73% അപ്പാണ്. അമേരിക്കയുടെ ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ 47% അപ്പാണ്. UK-യുടെ FTSE, അതുപോലെ ഫ്രാൻസിൻ്റെ CAC, ജർമ്മനിയുടെ ഡാക്സ്, ഏത് ഇൻഡെക്സുകൾ എടുത്ത് പരിശോധിച്ചാലും എല്ലാ ഇൻഡെക്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ നിഫ്റ്റി അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 10.5% ഇപ്പോൾ താഴെയാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത 26,373 അതിൻ്റെ 52 വീക്ക് ഹൈ. അവിടെ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു 10% ഫോൾ നമ്മൾ കാണുന്നത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ റൂപ്പിയുടെ ഫോള്. US ഡോളറിനെതിരെ കഴിഞ്ഞ 52 വീക്ക് ലോ ആയിട്ടുള്ള 83.76 ലെവലിൽ നിന്നും ഏകദേശം 10% ഇടിഞ്ഞിട്ടാണ് 92 ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ കാണാറുള്ളത് 20% ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഒരു ബിയറിഷ് മാർക്കറ്റിലേക്ക് കടന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെ 10% മാത്രമേ താഴേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോള് 20%. കാരണം ഈ റൂപ്പിയിലുണ്ടായിട്ടുള്ള 10% ഇടിവും അതുപോലെ നിഫ്റ്റി 50 ഉണ്ടായിട്ടുള്ള 10% ഇടിവും രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ 20% ഇടിവാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞു. കാരണം അവർ കൊണ്ടുവരുന്നത് ഡോളറാണ്. അപ്പോൾ ആ ഡോളറിൻ്റെ വാല്യൂ തന്നെ 10% ഇടിഞ്ഞു. അതിൻ്റെ കൂടെ നിഫ്റ്റിയുടെ ഇടിവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വലിയ തോതിലുള്ള സെല്ലിംഗ് നടത്തുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ജനുവരി മാസത്തിലുള്ള FIAസിൻ്റെ ഒരു സെല്ലിംഗ് ഡാറ്റ പരിശോധിച്ചാൽ അവർ 41,000 കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഫെബ്രുവരി മാസം അവർ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നെറ്റ് സെല്ലിംഗ് വളരെയധികം കുറഞ്ഞിരുന്നു. 6,000 കോടിയിലേക്ക് അത് ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മാർച്ച് മാസം മാത്രം ഇതുവരെയുള്ള 7 ട്രേഡിംഗ് സെഷനിൽ അവർ 40,000 കോടിയുടെ സെല്ലിംഗ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അതായത് ജനുവരി മാസം ഹോൾ മന്ത് എത്ര അവർ സെല്ല് ചെയ്തോ അത് വെറും 7 ദിവസം കൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ മാർച്ച് മാസം ഇനിയുള്ള ട്രേഡിംഗ് ഡേയ്സ് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഒരു റെക്കോർഡ് സെല്ലിംഗ് ആയിരിക്കും അവർ നടത്തുക. ഇതുപോലെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുക, നിഫ്റ്റി 50യുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 50-ഡേ മൂവിങ് ആവറേജ് അതിൻ്റെ 200-ഡേ മൂവിങ് ആവറേജിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 50-ഡേ മൂവിങ് ആവറേജ് 200-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഡെത്ത് ക്രോസ് എന്നാണ്. അപ്പോൾ ഒരു ഡെത്ത് ക്രോസിലേക്ക് ഒരു മൂവിങ് ആവറേജ് പോകുമ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ബിയറിഷ് ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ്.
അപ്പോൾ സാധാരണഗതിയിൽ അത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. പക്ഷെ നമുക്കറിയാം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം 100% പെർഫെക്റ്റ് ആണോന്നില്ല. അവിടെ ഒന്നും റീബൗണ്ട് എടുക്കില്ല എന്ന് നമുക്കറിയാമെങ്കിൽ, കാരണം ഇവിടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഫോളിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്ന് ഒരു ഘട്ടത്തിൽ 100 മുകളിലേക്ക് പോയിരുന്നു. കാരണം ഈ ഹോർമസ് കടലിടുക്കുകളിൽ ഇറാൻ അവരുടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചതായിട്ട് കാണാം. കൂടാതെ അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം വളരെ രൂക്ഷമായതോടെ ഈ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കമേഴ്ഷ്യൽ ഷിപ്പുകൾക്കെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം കാണുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചിയുമായിട്ട് ഒരു ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായിട്ട് കടത്തിടാമെന്ന് അവർ സമ്മതിച്ചായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ പർച്ചേസ് റഷ്യയിൽ നിന്ന് കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 45% ഒരു വർധനവാണ് റഷ്യൻ ക്രൂഡ് പർച്ചേസിൽ ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ധനക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. പക്ഷെ ഇവിടെ വലിയ വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ഇതുകൂടാതെ ഇന്ത്യ ഇപ്പം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധിയാണ്. കാരണം കമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്കാണ് വലിയ ക്ഷാമം. ഇപ്പോൾ ബോംബെ, ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ ഏകദേശം 20% മുതൽ 60% വരെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും അടങ്ങുന്ന അത്തരം ഇൻഡസ്ട്രികളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. എന്നാൽ വീടുകളിലേക്കുള്ള ഗ്യാസ് സപ്ലൈക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിന് മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നത് കൊണ്ട് റെസിഡൻഷ്യൽ ഗ്യാസിൻ്റെ സപ്ലൈക്ക് ഇപ്പോൾ തൽക്കാലം വലിയ പ്രതിസന്ധിയില്ല. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഒരു ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വ്യവസായങ്ങളെയാണ്. വള നിർമ്മാണശാലകൾ, പെട്രോ കെമിക്കൽ യൂണിറ്റുകൾ, ഇവിടെയൊക്കെ 30% മറ്റ് മേജർ ഇൻഡസ്ട്രികളിലൊക്കെ 50% ഗ്യാസ് സപ്ലൈയാണ് വെട്ടിക്കുറക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു LNG സപ്ലൈയുടെ ഏകദേശം 45% വരുന്നത് ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഖത്തറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാന്റായിട്ടുള്ള റാസ് ലഫാൻ അത് ഒരു ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചതാണ് ഇത്ര വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ ഇന്ത്യയിലേക്ക് വരുന്ന ഗ്യാസിൻ്റെ 60% കടന്നു വരുന്നത് ഈ ഒരു ഹോർമസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇമ്പോർട്ടിൽ വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള റിഫൈനറികളോട് അവരുടെ LPG ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുവാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഖത്തറിന് പകരം നോർവേ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ഗ്യാസ് എത്തിക്കാനുള്ള ചർച്ചകൾ ഇന്ത്യ ഗവൺമെൻറ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചിട്ടില്ലെങ്കിൽ അവിടെ നെക്സ്റ്റ് ക്വാർട്ടറുകളിലൊക്കെ നമ്മുടെ കമ്പനികളുടെ റിസൾട്ടിൽ വലിയ തോതിലുള്ള ഡാമേജ് ആയിരിക്കും അതുണ്ടാക്കുക. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മൾ കാണുന്ന ഒരു അപ്ഡേറ്റ്, ഇറാന് യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് അവർ 3 കണ്ടീഷൻസാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഈ റഷ്യൻ, പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ഒരു ചർച്ചയിലാണ് ഈ കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലൊന്ന്, ഇറാൻ്റെ പരമാധികാരവും അവരുടെ ആണവ ഊർജം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണമെന്നാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തേത്, അവർ പറഞ്ഞ യുദ്ധം മൂലം ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക മേഖലയ്ക്കുമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. മൂന്നാമതായി അവർ പറയുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ശക്തമായൊരു അന്താരാഷ്ട്ര ഗ്യാരണ്ടിയും വേണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം കണ്ടീഷനുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പല പവർ സെക്ടറിലുള്ള കമ്പനികളും വലിയ തോതിൽ മുന്നേറിയതായിട്ട് കാണാം. ഇപ്പോൾ വേനൽക്കാലം വളരെ നേരത്തെ എത്തിയതോടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ടെമ്പറേച്ചർ വലിയ തോതിൽ ഉയരുകയാണ്. ഇത് AC അതുപോലെ മറ്റ് കൂളിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആഗോളതലത്തിലുള്ള ഈ ഒരു LPG പ്രതിസന്ധി അത് കാരണം പല കൺസ്യൂമേഴ്സും ഇലക്ട്രിക് കുക്കിംഗ് ഉപകരണങ്ങളിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ വൈദ്യുതിയുടെ ആവശ്യകത റെക്കോർഡ് നിലവാരത്തിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്റ്റോക്കുകളിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിട്ട് കാണാം. ഇപ്പോൾ NTPC ഗ്രീൻ എനർജി നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഏകദേശം 12% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായി. അതുപോലെ KPI ഗ്രീൻ എനർജി ഏകദേശം 8% കൂടുതലുള്ള ഒരു അപ്സൈഡിലാണ് ഇത് ക്ലോസ് ചെയ്തത്. അതുപോലെ കോൾ ഇന്ത്യ ഊർജ്ജ ആവശ്യങ്ങൾ നേരിടാൻ മതിയായ കൽക്കരി സ്റ്റോക്ക് ഉണ്ടെന്ന് സർക്കാരിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് കൽക്കരി ലൈംലൈറ്റിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യ സ്റ്റോക്കിലും ഇന്നൊരു അപ്സൈഡ് മൂവ് ഉണ്ടായി. അതുപോലെ അദാനി പവർ, NLC ഇന്ത്യ, JSW എനർജി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഏകദേശം 6% മുതൽ 7% വരെയുള്ള മുന്നേറ്റം ഉണ്ടായി. ഇതേപോലെ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ക്ലീൻ മാക്സ് എൻവിറോ, ടാറ്റ പവർ, ആക്മെ സോളാർ പോലെയുള്ള സ്റ്റോക്കുകളിൽ 4% ഒരു അപ്സൈഡ് മൂവ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ട് പവർ സെക്ടർ മാറിയിരിക്കുന്നു. ഇനി നമ്മൾ ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫണ്ട് ഹൗസായ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ വന്ന ചില ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ AUM ഉള്ള ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒന്നാണ്. 1,34,000 കോടിയുടെ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ആ സ്കീമിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ ഫണ്ട് ഇത്ര പോപ്പുലർ ആവാനുള്ള ഒരു കാരണം മാർക്കറ്റ് തകരുമ്പോൾ മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ചിട്ട് ഇവരുടെ ആ ഒരു തകർച്ച വളരെ മിനിമൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഒരു പ്രത്യേകത. ഇത് കൂടാതെ ഇവരുടെ ടേൺ ഓവർ റേഷ്യോ വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങി വിൽക്കുക എന്ന പരിപാടി ഇവർ വളരെ കുറവാണ്. അപ്പോൾ ദീർഘകാലത്തേക്ക് ബൈ ആൻഡ് ഹോൾഡ് എന്ന രീതിയിലാണ് ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇതുകൂടാതെ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ ഇവർ അത്തരം സ്റ്റോക്കുകൾ പിന്നാലെ പോകാതെ ഇവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാതെ റിസർവിൽ വെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ ഫാക്ട് ഷീറ്റ് പ്രകാരം നമ്മൾ കാണുന്നത് അവർ IT സ്റ്റോക്കുകളിൽ വമ്പിച്ച ബൈങ് നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ജനുവരിയിൽ അവർ TCS ഏകദേശം 38 ലക്ഷം ഷെയറുകൾ വാങ്ങിയതായിട്ടാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ HCL ടെക്നോളജിയിൽ അവരുടെ ഹോൾഡിംഗ് ഏകദേശം 2.87 അവർ ഉയർത്തിയതായിട്ട് കാണാം. അതുപോലെ ഇൻഫോസിസിലും അവരുടെ ഹോൾഡിംഗ് 2% വെയിറ്റേജോടെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം IT മേഖല വലിയ തകർച്ചയിലൂടെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളുടെയൊക്കെ മൂല്യം, യഥാർത്ഥ മൂല്യം, ഇൻട്രിൻസിക് വാല്യൂ അതിനേക്കാൾ താഴെയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മളൊക്കെ ഇതൊരു ഫോളിംഗ് നൈഫാണെന്ന് പറയുമെങ്കിലും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാനേജേഴ്സ് ഇതിനെ ഒരു വാല്യൂ ബൈങ് അവസരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് കൊണ്ടാണ് അവരിത് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പരാഗ് പരീഖ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു 7 to 10 ഇയേഴ്സിൻ്റെ ടൈം ഹൊറൈസൺ ഉള്ളവർക്കാണ് ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് അനുയോജ്യമാകുക. അല്ലാതെ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോറടിപ്പിക്കുന്ന ഏർപ്പാടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.